പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുകയാണ്. ആക്രമണം പ്രത്യാക്രമണവും തുടരുന്നു. ഇസ്രയേലിൽ നിന്നും ശില്പ ഷാനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ ശില്പ, ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ. ശ്രീ ശില്പ ഷാൻ, നിലവിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പൊ ഇവിടെ നിലവില് നമുക്ക് ഇവിടെ മിസൈൽ അറ്റാക്ക് ഉണ്ട്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസും നമുക്ക് സേഫ് റൂമിലേക്ക് പോകാനായിട്ടുള്ള അലേർട്ടും ഒക്കെ ഇവിടെ കൃത്യമായിട്ട് തരുന്നുണ്ട്. ഇവിടെ ഇസ്രായേലീസിനെ പോലെ തന്നെ നമ്മളും, അതായത് ഇന്ത്യയില് ഇവിടെ നിന്ന് ഫോറിൻ വർക്കേഴ്സ് ആയിട്ട് വരയ്ക്കുന്ന നമ്മളും ഇവിടെ അവരെ പോലെ തന്നെ സേഫ് ആണ്. ഇപ്പൊ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അലാം വരുന്ന ടൈമിലാണ് ഇവിടെ ആ ഒരു പ്രശ്നങ്ങളായിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ലൈഫിലേക്കാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം പോകുന്നത്. നിലവിൽ അവിടെ സുരക്ഷിതരാണ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അധികൃതർ കൃത്യമായ വിവരങ്ങളെല്ലാം നൽകുന്നുണ്ടോ? ഈ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെയല്ലേ ഇപ്പോഴും താങ്കൾ അടക്കമുള്ളത്? അതെ 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 അധികൃതര് നമുക്ക് ആവശ്യത്തിന്, അതായത് മിസൈല് എപ്പോഴാണോ വരുന്നതിന് അതിന് അരമണിക്കൂറിന് മുന്നേ നമ്മുടെ ഫോണുകളിലേക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻസ് വരും. ഇന്ന ടൈമിൽ മിസൈല് ലോഞ്ച് ചെയ്യും, ഇന്ന ഏരിയയിൽ വരും, നിങ്ങൾ സേഫ് റൂമിലേക്ക് അല്ലെങ്കിൽ മമാദിലേക്ക് മാറിക്കോളുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ഇവിടെ തരുന്നുണ്ട്. അതനുസരിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ മലയാളികളുണ്ടോ? ഇവരെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യൻ എംബസിയുടേത് നമുക്കിപ്പോ ഇവിടെ ഫോറിൻ വർക്കേഴ്സിന് ഇസ്രായേൽ എംബസിയും ഇന്ത്യൻ എംബസിയും നമുക്ക് വളരെ നല്ല രീതിയിലാണ് നമ്മളോട് നിൽക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. നമ്മളിവിടെ എല്ലാവരെയും പോലെ തന്നെ നമ്മൾ സേഫ് ആയിട്ട് തന്നെ നിൽക്കുന്നു. വേറെ പ്രശ്നങ്ങളില്ല എന്നല്ല. മിസൈൽ അറ്റാക്ക് ഉണ്ട് വെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ, അതായത് വെളുപ്പിനെ 2 മണിക്ക് നമുക്ക് അലാം കിട്ടിയിരുന്നു. ഇന്ന് തൊട്ട് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് വൈകുന്നേരം ഒരു 8 മണിക്ക് മിസൈലുകൾ വന്നു തുടങ്ങി. ഇന്ന് വരെ, അതായത് ഒരു അരമണിക്കൂർ മുന്നേ വരെ നമുക്കിവിടെ മിസൈൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലൊക്കെ ഇവിടുത്തെ ഇസ്രായേൽ ഗവൺമെന്റ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്, അപ്ഡേഷൻ തരുന്നുണ്ട്. ഇന്ന ടൈമിൽ മിസൈൽ ലോഞ്ച് വരും, നിങ്ങൾ സേഫ്റ്റി റൂമിൽ മാറുക, പുറത്താണെങ്കിൽ എങ്ങോട്ട് നമ്മുടെ സേഫ്റ്റി നോക്കുക എന്നുള്ള രീതിയിലുള്ള എല്ലാവിധ പ്രിക്കോഷൻസ് എടുക്കാനായിട്ടുള്ള ഇത് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ നിലവിലും ഇപ്പോഴും ഈ ഒരു ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? അതെ അതെ ഇപ്പോഴും അതായത് ഒരു മണിക്കൂർ മുന്നേ, എനിക്കൊന്നൊരു 4:30-5 മണി ടൈമിലും മിസൈൽ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ മമാദിൽ പോയി. ഞാനിവിടെ കെയർ ടേക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ ഒന്ന് നോക്കുന്ന അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഞാനും റൂമിൽ പോയി. അത് കഴിയുമ്പോഴത്തേക്കും എപ്പോഴാണോ റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതെന്നും എപ്പോൾ നമുക്ക് റിട്ടേൺ ഇറങ്ങാമെന്നും വരെ നമുക്ക് അപ്ഡേറ്റഡ് ആണ് ഫോണിൽ. അതിന് ഇവിടുത്തെ ഗവൺമെന്റ് പ്രത്യേകം ഒരു ഇതുണ്ട്. നമ്മുടെ സേഫ്റ്റി അവർ കൂടുതലും നോക്കുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ ഭക്ഷണം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? സാധാരണ രീതിയിൽ തന്നെയാണോ ഇപ്പോഴും കാര്യങ്ങളുടെ എല്ലാം പോക്ക്? ഇവിടെ എല്ലാ ഷോപ്പുകളും എല്ലാം ഓപ്പൺ ആണ്. അതിനൊന്നും ഒരു തടസ്സമില്ല. നോർമൽ ലൈഫ്, അതായത് ഇവിടുത്തെ മിസൈൽ ലോഞ്ച് എന്ന് പറയുന്നത് അതായത് ഞാനിപ്പോ നിൽക്കുന്നത് ടെല്ലവീവിലാണ്. ടെല്ലവീവ് ഏരിയയിലേക്ക് ഇത് വരുന്നതിന് മുന്നേ മിസൈൽ ലോഞ്ച് ചെയ്തു. ഇത്ര ടൈമിൽ ഞാൻ നിൽക്കുന്ന ഏരിയയിലേക്ക് ഇത് ലോഞ്ച് ആകുമെന്ന ആ ഒരു ടൈം പീരീഡിൽ മാത്രമാണ് നമുക്ക് ഇവിടെ പേടിക്കേണ്ടതായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ആ ലോഞ്ച് കഴിഞ്ഞു, ഇപ്പോ ഇവിടെ അയൺഡോം പോലുള്ള അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു ലൈഫിലേക്കാണ് പോകുന്നത്. നമുക്ക് പുറത്തിറങ്ങാം, കടയിൽ പോകാം. ഇവിടെ ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ പുറത്ത് ഇഷ്ടം പോലെ വണ്ടികളും പിള്ളേർ വരെ ഇവിടെ പാർക്കിൽ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭീകര ഇതൊന്നുമില്ല. ഫുഡിന്റെ ആണെങ്കിലും നോർമൽ ലൈഫാണ്. പക്ഷെ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്, വാർ നടക്കുന്നുണ്ട്. ആ ടൈമിൽ, അതായത് ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാത്രിയാണ് മിസൈലുകൾ വരുന്നത്. ആ ടൈമിൽ നമ്മൾ എഴുന്നേൽക്കണം, ബങ്കറിൽ പോകണം. അങ്ങനെയുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അതർവൈസ് വേറെ ഒരു പ്രശ്നങ്ങളും ഇപ്പോൾ ഫേസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് അടക്കം? എങ്ങനെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ജാഗ്രതരായിരിക്കണം എന്നതടക്കമുള്ള നോട്ടിഫിക്കേഷൻസ് ആണോ വരുന്നത്? എത്തരത്തിലാണ് ആ നോട്ടിഫിക്കേഷൻസ്, നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത്? നോട്ടിഫിക്കേഷൻ വരുന്നത് ഇവിടുത്തെ നമ്മുടെ ഹോം ഫ്രണ്ടിന്റെ ഒരു ആപ്പ് ഉണ്ട്, നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. മാത്രമല്ല ഇവിടെ
വാർ നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഫോണിൽ തന്നെ ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് വാർ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് പല ആപ്പുകളുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഏത് ടൈമിലാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിന്റെ അപ്ഡേഷൻ കറക്റ്റ് ആയിട്ട് ഈ ആപ്പുകളിൽ കാണിച്ചുകൊണ്ടിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ വരുന്നത് ഒരു ആപ്പിന്റെ ആവശ്യമില്ല. ഇസ്രായേലിൽ നമ്മൾ വന്നിട്ടുണ്ടോ ഇവിടുത്തെ സിം കാർഡ് യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ഫോണിലേക്കും എമർജൻസി അലേർട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അത് വിത്ത് ഫ്ലാഷ് ലൈറ്റോട് കൂടെ വരും. അത് മിസൈൽ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ വരും. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക എന്ന് പറഞ്ഞിട്ടാണ് അത് വരാം. നമ്മൾ അത് വന്ന് അതായത് ആ ഒരു മെസ്സേജ് വന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലേർട്ട് വരും. അതിനോടൊപ്പം തന്നെ ഓരോ സൈറനും വരും. ഇവിടെ ഓൾ ഇസ്രായേൽ വരുന്നതാണ്. സൈറൻ വരുന്ന ടൈമിൽ നമ്മൾ ബംഗറിനുള്ളിൽ പ്രവേശിക്കണം. അതിനുശേഷം 10 മിനിറ്റ് ആണ് നമ്മൾ അതിനുള്ളിൽ സ്റ്റേ ചെയ്യേണ്ടത്. 10 മിനിറ്റിന് ശേഷം വന്ന മിസൈൽ നശിപ്പിച്ചതിന് ശേഷം നമുക്ക് റിട്ടേൺ പുറത്തിറങ്ങാം. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികളെല്ലാം തന്നെ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല മാഡം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന് ഞാൻ രാവിലെ നമ്മുടെ അവിടുത്തെ ന്യൂസ് കണ്ടിട്ടാ ഞാൻ കണ്ടത്. അങ്ങനെ ഒരു ഇതും ഇവിടെ ഇല്ല. ഇവിടുന്ന് മലയാളികൾ എന്നല്ല ആരെയും ഒഴിപ്പിക്കുന്ന ഒരു രീതിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോ ഇവിടെ ജോലി ചെയ്യേണ്ട, എനിക്ക് പേടിയാണ്, തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസ മുടക്കിയിട്ട് വേണമെങ്കിൽ എനിക്ക് തിരിച്ചു നാട്ടിൽ വരാം. ഇവിടുന്ന് ഒഴിപ്പിക്കേണ്ടതായ ഒരു യാതൊരുവിധ ഇതും ഇന്ത്യൻ എംബസിയോ ഇസ്രായേൽ എംബസിയോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ ഇത്. ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 ഇയർ ആയി. ഇവിടെ ഇന്ന് രാവിലെ നമ്മുടെ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ കണ്ടപ്പോഴാണ് ഞാൻ അറിയാം ഇതെന്താ ഇങ്ങനെ ഒന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇതെന്താ ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ എംബസിയിലായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ അറിഞ്ഞിട്ടില്ല ആരും. പക്ഷെ നമ്മുടെ നാട്ടിൽ അറിയില്ല എന്താണ്. തീർച്ചയായും ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ്. ഇസ്രായേലിൽ നിന്നും ശിൽപ ഷാനാണ് നമ്മളോട് പ്രതികരിച്ചത്. സുരക്ഷിതയായിരിക്കുക. നന്ദി ശ്രീ ശിൽപ ഷാൻ. ഓക്കെ, താങ്ക് യു.